ഓക്കെ ഇല്ല സോൾവ് ആയിരുന്നു അവൻ സോൾവ് ആക്കിക്കോളാം. അത് ഞാൻ ഡിലേ ചെയ്യാം കേറിപ്പോ. ഹോമി whenever I take bad decisions സത്യം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും എങ്ങനെ ഒരു പുണ്ട ഉണ്ടാവും. അനാവശ്യ കാര്യങ്ങൾ എൻകറേജ് ചെയ്ത് നമ്മളെ കുഴി കൊണ്ട് ചാടിക്കണ ഒരുത്തൻ എല്ലായിടത്തും ഉണ്ടാവും. അത് എല്ലായിടത്തും ഇങ്ങനത്തെ കുറച്ച് റീൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യണം കേട്ടോ. ഇതെന്താ സംഭവം? എന്താടാ പ്രശ്നം? ഞാന് നമ്മുടെ ചന്ദ്രബോസ് ഇല്ലേ, TV ചന്ദ്രബോസിനെ മനസ്സിൽ ധ്യാനിച്ച്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമുള്ളവനാ. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഭയങ്കര ഐശ്വര്യമുള്ളവനാ. ചന്ദ്രൻ ഐശ്വര്യമുള്ളവൻ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പാണ്. 3, 2 ദൈവമേ ചന്ദ്ര നിന്റെ എല്ലാ പ്രാർത്ഥനകളും വേണം ചന്ദ്ര. ഈ കഴിവറായ ടിവിന്ന് തന്നെ കളയണം. ഇവന്റെ ഒരു മൂഞ്ചനെ ടിവിക്കകത്ത് അവനറിയാം എന്റെ വായിന്ന് എന്തായിരിക്കും വരാൻ പോണത്. അതുകൊണ്ട് അവന് വലിയ പ്രതീക്ഷയൊന്നും ആയതൊട്ടേ ഇല്ലായിരുന്നു. സത്യം പറയാലോ. ഹലോ ടിവിയിലില്ല വേറെ. കുട്ടാ എന്തൊക്കെയുണ്ട്? ഇതാര് കൊമ്പാച്ചനാ? കൊമ്പ എന്തൊക്കെയുണ്ട്? ഓക്കെ എന്തിനു പരിപാടി നിങ്ങള്? മറ്റേ വിൻസെന്റ് ഇപ്പൊ ഇല്ലേ നിങ്ങളോടെ? എന്തുപറ്റി? കക്കൂസ് പോയാ? കക്കൂസ് തളർന്നവൻ അവൻ കൊട്ടവായിടുമായിരുന്നു അവൻ. അവൻ പിന്നെ കൊട്ടവായിട്ട് മടുക്കാതെ പിന്നെ അവൻ കിട്ടാനല്ല. അവനെ അന്നേ പറഞ്ഞല്ല കൊട്ട കടിയാനാന്ന്. എനിക്ക് കണ്ട പല ഉത്സവത്തിനും അമ്മാവന്മാരെ കൊട്ട കടിച്ചോണ്ട് പോകുന്നവനായിരുന്നാ വിൻസെന്റ്. മറ്റേ വിൻസെന്റ് ഇപ്പൊ ഇല്ലേ നിങ്ങളോടെ? എന്തുപറ്റി? പോയാ കക്കൂസ് തളർന്നവൻ അവൻ കൊട്ടവായിട്ടായിരുന്നു അവൻ. പിന്നെ കൊട്ടവായിട്ട് മടുക്കാതെ പിന്നെ അവനെ പറഞ്ഞല്ല കൊട്ട കടിയാനാന്ന്. എനിക്ക് കണ്ട പല ഉത്സവത്തിനും അമ്മാവന്മാരെ കൊട്ട കടിച്ചോണ്ട് പോകുന്നവനാ. ഹലോ കൊമ്പ കണ്ണാപ്പി, എന്താ ആരാണ് 5ാം കാലം ആയിരിക്കുന്നത്? കണ്ണാപ്പി RP കളിക്കുവാണെങ്കിൽ ഇതിനകത്ത് നടക്കും. ഡിസ്കൗണ്ട് സോറി ഞാൻ ഇറങ്ങിയെന്ന് ഒരു ചട്ടന്റെ. സോൾവ് ആയത് കണ്ടോ? ഇവൻ എങ്ങനെ സിറ്റി കയറി? ഞാൻ അതാ ആലോചിക്കുന്നത്. ഈശ്വരന്മാരെ, സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ തലയിലോട്ടെടുത്ത് വെച്ചതാ. എവിടെയും കുറച്ച് ഒരു സെക്കൻഡ് കേസ് ലോഡാവട്ടെ. ഇവനെ ഞാൻ ഇന്ന് ഒരു പ്രശ്നവുമില്ല, എല്ലാം ഇപ്പം സെറ്റാക്കി തരാം. നല്ല കണി. അതെ, ഇവനെ ഇന്ന് കണി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് മര്യാദയ്ക്ക് ഇന്ന് സിറ്റിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്. വന്നില്ലേ? ഹലോ
അല്ല ഇവിടെ കേക്കാവടാ എന്തിനാ വന്നേ എവിടേക്കുന്ന് കാട്ടി ഇറങ്ങിയിട്ടുണ്ട് അണ്ണാ വരുമ്പോഴേ മറ്റേ നിന്നോട് സംസാരിക്കണം പഴം കൂടെ മേടിച്ചോണ്ട് പറഞ്ഞേ നിന്നോട് സംസാരിക്കണം എടാ എന്നെ ഒന്ന് ആരോ ഒന്ന് പിക്ക് ചെയ്ത് എന്റെ വണ്ടിയില്ല അതാ 1/2 കിലോ പഴം ഒരു ഓല വായി എടാ കണ്ണാപ്പി ഞാൻ നിന്നോട് എന്തോ പറഞ്ഞത് നീ എന്തോ പറഞ്ഞത് ഇത് സോൾവ് ചെയ്യാന്നല്ലേ നീ പറഞ്ഞേ അണ്ണ ഞാൻ അവിടെ വെച്ചൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചു അവനണ്ണ മറ്റേ കൊട്ടവാസം എന്ന് പറഞ്ഞ അപ്പഴത്തേക്ക് ഞാൻ അവന്റെ അടുത്ത് മാന്യമായിട്ടാണ് ഇന്ന് സംസാരിച്ചത് ഉള്ള കാര്യം പറഞ്ഞല്ലോ സത്യമായിട്ട് ഞാൻ മാന്യവസ്ഥ ഇതിനകത്ത് വണ്ടിയുടെ ഏതാണ് ഹർലിൻ ഉണ്ട് ഹർലിൻ എവിടെയാ ഓഹോ എന്റെ അമ്മോ ഞാൻ എനിക്ക് ഇതിന് ഓ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണം ഇനി മെറ്റേന്നല്ലോ പറയൂ എന്റെ അമ്മോ ഓ താങ്ക് യു എടാ എവിടേക്കുന്ന എല്ലാരും എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്താരല്ലോ ഗരാജ് ആപ്പ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടോ എന്ത് ഗരാജ് എന്ത് ഇതിനകത്ത് ഇല്ലല്ലോ ആ ഉണ്ട് ഓക്കെ ഓക്കെ ആ എടാ ഞാൻ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വേണം കഴിച്ചു അടുത്ത യു ഹാവ് ബീൻ റിസീവ്ഡ് എടാ ഞാൻ തിരിച്ചു ഇവിടെ ഗ്യാങ് ഹൗസിൽ തന്നെ വന്നു ഇതെന്തുവാ യു ഹാവ് ബീൻ ഇല്ല 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 ഇതെന്ത് അല്ല എനിക്കെന്തോ കൂൾ ഡൗൺ എന്തോ കിട്ടിയെന്ന് തോന്നുന്നു യു ഹാവ് ബീൻ റിസീവ്ഡ് എന്തോ എഴുതി കാണിച്ചു അല്ല ഗ്യാങ് റിവ്യൂ ചെയ്തു ആ എന്നെ ആരോ ഗ്യാങ് റിവ്യൂ ചെയ്തടാ ബ്രോ ഒന്ന് ഇടിച്ച് നൂത്തിട്ട് പോവോ കുഴപ്പമില്ല കുഴപ്പമില്ല ഇടിച്ചത് കുഴപ്പമില്ല ഒന്ന് നൂത്തിട്ട് പോ ഞാൻ ഇറങ്ങി ഇറങ്ങല് 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 ഇറങ്ങിപ്പോയി ഇന്ന് സിറ്റി കയറിയപ്പോഴേ കണി കണ്ടത് ഈ കണ്ടം കഴിവേറിയുടെ മോൻ ഡ്രൈവ് ചെയ്ത ആള് ഫ്ലിപ്പ് അടിക്കണം ഞാനല്ല ഡ്രൈവ് ചെയ്തത് കണ്ണാപ്പി ഞാൻ നിന്നോട് പറഞ്ഞു അധികം സംസാരിക്കരുതെന്ന് കേട്ടാ ഡ്രൈവ് സീറ്റ് കേറിയ ആള് ചെയ്താലേ ആവുള്ളൂ ആ വരുന്നവൻ വള്ളി ആക്കലടാ കണ്ണാപ്പി കണ്ണാപ്പി ഹോൾഡ് ആക്കണേ അവൻ എങ്ങോട്ട് പോയത് ട്രിക്കിയാണത് മോണ്ട ബന്ധബുദ്ധി ഗ്യാങ് ഡ്രസ് ഇല്ല ഞാൻ കണ്ണു ഞാൻ വെടിവെക്കൊന്നും പോകുന്നില്ല എടാ എനിക്ക് ഗ്യാങ് ഡ്രസ് ഇല്ല കുഴപ്പമുണ്ടോ ഇല്ല ഇവിടെ ഗ്യാങ് അല്ലേ എടാ ഇവിടെ ഗ്യാങ് അല്ലേ ഫുള്ള് ഗ്യാങ് ഡ്രസ് ഇല്ലല്ലോ ആണല്ലോ ആണാണ് വിഷയില്ല എടാ എന്താ ഇങ്ങനെ പോയാ കണ്ണാപ്പി നീ എവിടെ അണ്ണാ ഞാൻ മാറി കിട്ടണം പ്രൈവറ്റ് ആയിട്ട് മാറി അണ്ണാ ഇവിടെ എല്ലാരും വരല്ലേ അണ്ണാ നിന്റെ ഒക്കെ കൊമ്പ നിന്റെ സംസാരം നമ്മളിങ്ങനൊന്നും പ്രതീക്ഷില്ല അത് കുഴപ്പമില്ല
അല്ല കൊമ്പ നമ്മളെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം പിന്നെ നീ പിന്നെ ഇന്ന് ചോദിച്ചാ പിന്നെ ഞാൻ ഞാൻ നിന്റെ അടുത്തൊരു ഇഞ്ചി ചൊറിഞ്ഞോടാ കൊമ്പ. നീ പിന്നെ വിൻസെന്റ് കക്കൂസ് കഴുകി കഴിഞ്ഞെന്ന് ചോദിച്ചു പിന്നെ എന്തിനാടാ? എടാ ഞാൻ തമാശയിൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ചോദിച്ചല്ലേ. വിൻസെന്റ് എന്ന് പറയുമ്പോ എപ്പോഴും വിൻസെന്റ് വരുമ്പോ ചോദിക്കാറുള്ള ഇടയ്ക്ക് നീ വന്ന് ചോദിച്ചാ പിന്നെ സർക്കാസ്റ്റിക്കായിട്ട് ഞാൻ എടുക്കൂലോ. കൊമ്പന്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചില്ല. സിറ്റി വരുമ്പോ ഇങ്ങനെ കുഴപ്പമില്ല. എന്താ എന്താ കൊമ്പ എന്താ പ്രശ്നം? ഇല്ലില്ല ഒന്നുമില്ല കണ്ണാപ്പിയായിട്ട് ചെറിയ സംസാരം. കണ്ണാപ്പിയായിട്ടല്ല ഫ്ലഫി വന്നിട്ട് നമ്മള് പുതിയ പുതിയ മൊണ്ണാളാണ് ചോദിച്ചു. അപ്പൊ മച്ചാൻ അവിടെ നിന്ന് കേട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് നമ്മള് കേട്ട കാര്യം എന്താ? ബാക്കിയുള്ളവർക്ക് വായും ചെയ്യുന്നുണ്ട്. നീ പറഞ്ഞവനെന്ത് പേര് പറയല്ലേ. എടാ പോപ്സ് ഒക്കെ നിന്നപ്പോഴാണ് നീ അത് സംസാരിച്ചത്, മനസ്സിലായി? പോപ്സ് ഒക്കെ എന്റെ അടുത്ത് കാര്യം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ വന്നത്. അപ്പൊ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ നീ നേരെ ചോദിക്കുന്നത് നിങ്ങളൊക്കെ ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചോ? അത് കഴിഞ്ഞൊരു 5-6 നോക്കിയാൽ മതി, ഞാൻ നിന്റെ അടുത്താണോ മനസ്സിലാവും. സംസാരിച്ചത്? ക്രൈസ്റ്റിന്റെ അതെ, ഞാനാണ് അവിടെ അഖിൽ ജോഡ് എന്ന് പേരും പറഞ്ഞത്. പിന്നെ എന്നോടല്ലേ സംസാരിച്ചേ? എടാ, അഖിൽ ജോഡ് എന്ന് പേര് പറഞ്ഞതിന്റെ ആണോ നീ? ഓക്കെ, അത് കഴിഞ്ഞ് ക്രൈസ്റ്റിന്റെ അടുത്തല്ലേ അല്ലേ എന്നോടാണോ സംസാരിച്ചത്? ക്രൈസ്റ്റിന്റെ അടുത്താണ് സംസാരിച്ചത്. ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് എനിക്ക് നിന്റെ അടുത്ത് അതിന്റെ കാര്യമില്ല. നിന്റെ അടുത്ത് ഞാൻ പേര് ചോദിച്ചു, പേര് പറഞ്ഞു, അത്രേ ഉള്ളൂ. പേര് പറഞ്ഞു, പിന്നെ മൊണ്ണാന്ന് പറയുമ്പോ കേട്ടിരിക്കണം. ചോദിക്കേണ്ട കാര്യം കേട്ടില്ല. എന്താ കൊമ്പ കേട്ടില്ല? നീ ക്രൈസ്റ്റിന്റെ അടുത്ത് പുതിയത് കയറിയ എല്ലാം മൊണ്ണാണോ എന്ന് ചോദിക്കേണ്ട കാര്യം. ക്രൈസ്റ്റ് ഞാൻ ചോദിച്ചേ. ക്രൈസ്റ്റ് പറയട്ടെ, പുതിയതായി വന്ന പുതിയതായിട്ട് കയറിയ ഇത് നിങ്ങളുടെ ഗാങ്കിലോ? അതെ, ജോഡിന് പേരിട്ട് ജോഡിന് പേരിട്ട് പേരുണ്ടായിരുന്നു. ഞാൻ ആ രീതിയിലാണ് പറഞ്ഞത്, അല്ല ഞാൻ ക്രൈസ്റ്റിന്റെ അടുത്താണ് പറഞ്ഞത്. ക്രൈസ്റ്റിന് എനിക്ക് അതെന്താ സംഭവം അറിയാം. രീതിയിലാണ് അവൻ സംസാരിച്ചത്. അല്ല ചെവിയില് ഗുരുവുണ്ട്, നമുക്കും ചെവിയില് ഗുരുവൊന്നുമില്ല ബ്രോ. അങ്ങനല്ലല്ലോ ഞാൻ അതാ പറഞ്ഞ അവര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. നിങ്ങളെ തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്തോ ഉറപ്പ്? ഞങ്ങളുടെ അടുത്താണ് സംസാരിച്ചതും. നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളല്ലേ? എനിക്ക് എന്റെ അടുത്ത് പണ്ട് പോലെ കമ്പനി ഉള്ളൊരുത്ത് ഞാൻ അങ്ങനെ സംസാരിച്ചാണ്. ഞാൻ ടി ജെ എന്നുള്ള ഗ്യാങ് കണ്ടിട്ടൊന്നും വന്ന് മിണ്ടിയതല്ല. ക്രൈസ്റ്റിനെ പറ്റിട്ടല്ലോ ബ്രോ സംസാരിച്ചത് അവിടെ. ക്രൈസ്റ്റിനെ പറ്റി ജോടെന്നുള്ള സാധനം നിനക്ക് അറിയും എന്തുവാന്ന്? അല്ലല്ല ക്രൈസ്റ്റ് ഇതൊരു നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചാണല്ലോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ക്രൈസ്റ്റിന് ഇത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അവൻ ആ ഒരു രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ അറിയാവുന്ന രീതിയിൽ സംസാരിച്ചതാണ്. ആക്ച്വലി അറിയാവുന്ന രീതിയിലാണ് പ്രശ്നം. അതായത് ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ട് അത് ഞാൻ പറഞ്ഞത് അവന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഞങ്ങള് നിക്കണ സമയത്ത് ഞാനും പോപ്സും അതേപോലെ തന്നെ അഖിലും കൂടെ വന്നിട്ട് സംസാരിക്കാൻ വന്നേ. അപ്പോ നേരെ ഫ്ലഫി വന്നിട്ട് ഇവന്റെ അടുത്താണ് പറയുന്ന പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അഖിൽ ജോഡ് എന്ന് പറഞ്ഞേ. അപ്പൊ അവൻ പറഞ്ഞ് ഈ ജോഡെന്ന് പേരുള്ള കുറെ എണ്ണം ഇറങ്ങിട്ട് പിന്നെ മൊണ്ണ അങ്ങനെ എന്തോ പറഞ്ഞവർ. അപ്പോ ഇപ്പൊ ഞാൻ കേട്ട് അപ്പൊ ഇവൻ എന്റെ അടുത്ത് കമ്പനിയുള്ള പൈസ എനിക്കിപ്പോ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇവർക്ക് അതങ്ങനെ വെറുതെ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അഖിലിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞേ. ഞാൻ അഖിൽ പറഞ്ഞിട്ടില്ലേ, ജോടന്നേ പേര് പറഞ്ഞിട്ടുള്ളൂ. കണ്ണാപ്പി മിണ്ടായിരുന്നു. സംസാരിക്കാൻ പറയുമ്പോ സംസാരിച്ചാൽ മതി. പറഞ്ഞ ഫ്ലഫി പറ. ഞാൻ സത്യം പറഞ്ഞ ഇവന്റെ അടുത്ത് നമ്മൾ പണ്ട് പോലെ കമ്പനി ഉള്ള രീതി സംസാരിച്ചാണ്. അല്ലാണ്ട് ഇവന്മാരുടെ അടുത്ത് വള്ളി എടുത്തിട്ട് എനിക്കിപ്പോ എന്തിനു കിട്ടാനാ? നീ ക്രൈസ്റ്റിനോട് പറയണം. ആ ക്രൈസ്റ്റിന്റെ അടുത്താണ് പറയണത്. നീ ഇവന്മാരുടെ അടുത്ത് വള്ളി എടുത്തിട്ട് എന്ത് ചെയ്യണം? നീ കൊറേ ആയാലും ഊക്കറിന്റെ അടുത്ത് എന്നിട്ട് നീ ട്രിക്കിയല്ലേ നീ ഉണ്ടാക്കുന്നത്? മര്യാദക്ക് സംസാരിക്കാം. നമ്മള് മര്യാദക്കല്ലേ സംസാരിക്കുന്നത്. അല്ല ഇപ്പൊ മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയണം. നമ്മളിപ്പോ മര്യാദക്ക് ഡീസന്റ് സംസാരിക്കല്ലേ. തന്നെ പറയും. ഓ അങ്ങനെ നീ എന്തായിരുന്നു പറഞ്ഞത്? ലൈക്ക് പുതിയ ഏരിയയിലെ മൊണ്ണാണ്. എടാ ഇവന്മാര് മൊണ്ണോള് തന്നെയാ. 10 വാറും കണ്ട നമ്മളോട് തോറ്റെ 10 വാറാ. നമ്മളോട് തോറ്റെ 10 വാറാ. ആ വാവ് എപ്പിക്. 10 വാറാ തോറ്റ 10 വാറ്.
അച്ചിത്തീട്ടങ്ങള് മെസ്സ് 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 കാണിക്കട്ടെ. 10 കാശ് ഒരു വാറ് ജയിച്ചവന്മാരായിരുന്നു ഈ മെസ്സ് അടിക്കണത്. ഞാൻ പറയാം, ഒരു വാറ് ജീവിതത്തിൽ ഒരു വാറ് TVക്കെതിരെ ജയിച്ചവന്മാരാണ്. ചുറ്റും നിൽക്കുമ്പോ നീ മാർച്ച് അടിക്കുക കൊച്ചുവാടി പയലേ. കൊച്ചുതായ വിളി പയലെയാണോ? അകത്ത് കേറ്. അടിക്കാൻ പറ്റും. എ ക്ലാസ് സൂപ്പർമാരാണ്. ഞാൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പെക്ടഡ് ആയിരുന്നു. ഇത് ഓൾറെഡി ഞാൻ എക്സ്പെക്ടഡ് ആയിരുന്നു. എത്രയൊക്കെ ചെയ്യാൻ നോക്കിയാലും എ ക്ലാസ്. ഞാൻ മറ്റേ അവനെ മാറ്റി നിർത്തി സോറി വരെ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവനൊക്കെ കിഴച്ച് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് രണ്ട് ശർക്കരയും ഒരു ഓലയും 2 പഴം കൊണ്ട് കൊടുത്തേ കൊമ്പാച്ചം എല്ലാം കഴിച്ചിട്ട്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഒരു വാറ് ജീവിതത്തിൽ ജയിച്ചവന്മാരായിരുന്നെങ്കിൽ പറയാം ഒരു വാറ് നിങ്ങൾ ജയിച്ചടാ. ഇത് വൻ ശോകം എന്തൊക്കെ അല്ല ഇതിപ്പോ ഇത് വേറെ ഇതെന്ന് പറഞ്ഞാലാണ്ടാ. ഇപ്പൊ നമ്മുടെ അടുത്ത് എല്ലാരും ചത്തോ ആരെല്ലാം ഉണ്ടാ? കൂട്ടത്തെ ആരെല്ലാം ഉണ്ടോടാ? S3 ബി റെഡിന്നോ ബ്രോ? ഇമാതിരി തീട്ടങ്ങളെ അടിച്ചിട്ട് ഞാൻ കണ്ടന്റ് പോലും ഇടൂല. ഞാൻ കണ്ടന്റ് പോലും ഇടൂല. കണ്ടന്റ് പോലും അത്രയ്ക്കും ഷോഗൻ ടീമാണ് ശരിക്കും പറഞ്ഞ ഇവന്മാര്. അത്രയും ഷോഗൻ ടീം. തോക്കുമില്ല സാമാനം. എനിക്ക് ഞാൻ ഷീൽഡ് പോലും അടിച്ചില്ല. ഞാൻ ഒരുത്തം വന്നിട്ട് ഞാൻ ഒരു പിക്ക് എടുത്തതിന്റെ പറയാണ് നിന്നെ അടിക്കാം പിസ്റ്റൽ മതിയടാ. പിസ്റ്റൽ മതിയടാ. ആദ്യം താളം അടിച്ചിട്ട് അടിച്ചിട്ട് അണ്ണാ ഇവന്മാര് തന്തേലാഴി കാണിക്കുമെന്ന് കണ്ടോണ്ട് തന്നെയാണ് ഡിസിറ്റി കയറിയത്. ഞാൻ പിന്നെ എന്തിനാ കേറിയെന്ന് അതിന്റെ വിചാരം. നീ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ. ഈ TG എന്ന് പറഞ്ഞ തീട്ടങ്ങള് നമ്മള് മറ്റേ സിറ്റി കളിക്കുമ്പോ പോലും ഈ കൊമ്പനൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ പണ്ടത്തെ സിറ്റുവേഷന്റെ ബേസിസിൽ മറ്റേ നമ്മളെ മറ്റേ ഒരുമാതിരി ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് അവൻ കാണിക്കണം. അവന്റെ മനസ്സിൽ എന്തോ ഭയങ്കര ഗ്രഡ്ജുണ്ട്. അവന്റെ ഗ്രഡ്ജാണ് ഇപ്പൊ കാണിച്ചത്. പുള്ളിക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്. കഷ്ടം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സിറ്റി വന്നിട്ട് TG ആയിട്ട് അടിയാവാത്ത ഒരു ഗ്യാങ്ങും ഇല്ല. എല്ലാ ഗ്യാങ്ങും പെറുക്കിട്ട് അടിച്ചിട്ടുണ്ട്. നമ്മളെ ഉള്ളവരെ അടിക്കാഞ്ഞത്. സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മുതുക്കെ നമ്മള് സംസാരിക്കുന്നതിനിടയില്ലേ മറ്റേ കൊമ്പാച്ചിനും ഒക്കെ അണ്ണനെ അടിച്ചിട്ടായിരുന്നു. മറ്റേ ഹെൽമെറ്റ് ഒന്നുമില്ലേക്ക് നമ്മള് സംസാരിക്കുന്നുണ്ട്. ഞങ്ങള് ഗ്യാങ് വണ്ടി എടുത്തൊന്ന് കറങ്ങുവാണ്. എവിടെ വെച്ചായിരുന്നോടാ? സംസാരിക്കാതെ മുതുക്കിന്റെ ഫ്രണ്ട് വെച്ച് മറ്റേ അരിക്കൊമ്പന് മറ്റേ മതം ഇളകി. ആണോ? ആരോ ഞങ്ങളെ അടിച്ചവനാണോ? ഓ അണ്ണനെ അടിച്ചത് TJ. ഓക്കെ, നമുക്ക് ഇത് സംസാരിക്കാൻ വിളിക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞ സിറ്റുവേഷൻ ഓർപ്പിച്ചിട്ടുണ്ട്. ഇനി അത് അണ്ണാ ഒന്ന് വാട്സാപ്പ് ഓക്കെ അണ്ണാ. ഹലോ എല്ലാ കൊട്ടവാസൂര് കൊട്ടക്ക് അവന്റെ കൊട്ട ഊരി അടിക്കുമല്ലോ. എടാ ഞാൻ ഒരു കാര്യം പറയണം. കേക്ക് ഇവന്മാരെ സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് അതാ വേണ്ടുന്നത്. സംസാരിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ഈ TJ പുഷ്പ മറ്റവനാണോ? കൊട്ടവാസുവിന്റെ കൊട്ടക്ക് തൊളവാണോ? ഇവനെ പോലൊരു കണ്ടിയെ
ഇവനെ പോലൊരു കണ്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ ബാലനെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റത്തില്ല. എടാ ഇങ്ങനൊരു തീട്ടത്തിന് എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ആളില്ല, വേണ്ട 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 വേണ്ട, ഞാൻ പറയണില്ല, ഞാൻ പറയണില്ല. അല്ലല്ല അത് എനിക്കറിയാം ഞാൻ പറയണില്ല. ഞാനും പറയുന്നില്ല, ഞാനും ഒരു പല കാര്യങ്ങൾ പറയുന്നില്ല. വിട്ടേരെ വിട്ടേരടാ വിട്ടേരെ. നമ്മൾ അച്ഛാന്ന് വിളിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, സേഫ് സോണി വെച്ച് അവിടെ വെച്ച് വെടിവെക്കാൻ പാടുണ്ടോ? ഞാൻ റേഞ്ച് റോവർ പറ്റില്ല പറ്റില്ല പറ്റില്ല, FRP വിളിച്ചാൽ മതി. സേഫ് സോൺ 100 മീറ്റർ ഇല്ല, അത് സേഫ് സോൺ ആണോ നോക്കണം, മനസ്സിലായി. സേഫ് സോൺ ക്യാം. ഓക്കെ ഒരു മിനിറ്റ്, നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന്മാർക്ക്. ഞാനിട്ടുണ്ട്. എന്താടാ എന്താ? അല്ല ദൈവത്തെ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കണം. അത് കേട്ടില്ല കേട്ടില്ല. ബോബെ ഒന്നുകൂടെ മറ്റേ പാട്ടൊന്ന് പാടാണ്ടി വരും. പുഷ്പയുടെ മറ്റേ പാട്ടൊന്നൂടെ ഒന്നുകൂടെ ഒരു റിട്ടേൺസ്. എവിടെ 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 എവിടെ? നമ്മുടെ ഗ്യാങ്ങിന്റെ ബാക്കിൽ അമ്മരെടുത്തിട്ട് അടിക്കുന്നത് ആര്? നമ്മുടെ പിള്ളേരെയാന്ന് തോന്നുന്നു. എവിടെ? ഏത് ഗ്യാങ് ഹൗസിന്റെ എവിടെ? എടാ അതിന് സിറ്റുവേഷൻ ഇതായാലോടാ നമ്മൾ സംസാരിക്കുന്നത്. ഇവന്മാർക്ക് എന്താണ്, ഇവന്മാർക്ക് ഇത്ര ഫ്രസ്ട്രേഷനാ? ഇതൊരു വാറ് പോലും ജയിച്ചിട്ടില്ലല്ലോ, അതിന്റെ ഒരു സംസാരിക്കാൻ പറയണ്ടേ. കൂൾ ഡൗൺ ഉണ്ട്, നമുക്ക് ഗണ്ണ് വെടി പോകില്ല. നമുക്ക് മറ്റേ ഗണ്ണിതായ ഇവന്മാർക്ക് എന്താണ് ഇത്ര ഫ്രസ്ട്രേഷൻ? നമ്മളെ കണ്ട ഒരു കഴപ്പാണത്, മനസ്സിലായോ? ദൈവം അല്ലല്ല ഞാൻ 100 മീറ്റേഴ്സ് വെടിവെക്കാൻ പറ്റുമോ? കറക്റ്റ് ആ ഒരു സോൺ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ 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 ശരി ശരി ശരി. ആ പറ പറ പറ. ഇത് മറ്റേ ഇവന്മാരടുത്ത് സംസാരിക്കണമെങ്കിൽ മറ്റേ ഇത് എന്ത് അല്ലല്ല ഇന്ന് ആളൊന്നും ഇല്ല. ഇന്ന് ആരെ വെച്ച് പൊട്ടിക്കാൻ? നമ്മൾ 5 പേരെ വെച്ചിട്ടോ? അതല്ല ബാക്കിയുള്ള എല്ലാവർക്കും ബാനാണ്. 10-14 ദിവസം എല്ലാവർക്കും ബാനുമാണ്. എടാ ഇന്ന് കുറെ പേരില്ലെന്ന് ഓൾറെഡി എന്റെ അടുത്ത് മെസ്സേജ് പറഞ്ഞായിരുന്നു, ഇന്ന് കേറാൻ പറ്റൂലെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ വേറൊരു കാര്യം പറയട്ടെ, ഈ കൊന്നതിനിട്ട് വീട്ടിലുള്ളവര് വിളിക്കണം വലിയ ആരാര് വിളിച്ചു? മറ്റേ പുണ്ടച്ചു മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ വിളിച്ചു? ആരാണ് നിക്ക് വിളിച്ചത്? നിന്നെ വിളിച്ചാടാ നിക്ക്? കൊന്നിട്ടേ മറ്റേ റേഡിയോയിൽ വിളിച്ചു, തായോളിന്ന് വിളിച്ചു. ആണോ? അത് നീ കേട്ടാ പറഞ്ഞാ നിക്കേ. ഞാൻ ഒരു കാര്യം പറയാം. നിക്കേതാ നിക്കേ ഒരു കാര്യം പറയാം. 8-9 വാറ് കളിച്ച് ഒരു വാറിൽ പോലും ടിവിയിൽ ഒരു 6 പേര് 7 പേരെ പോലും അടിച്ചിടാൻ ഇവന്മാർക്ക് പറ്റിയിട്ടില്ല. ഈ ഇവന്മാരല്ലേ ഈ മറ്റേ ഈ കെ കൊമ്പാച്ചൻ ആ പുള്ളിയുടെ ഡയലോഗിയൊക്കെ കേട്ടാൽ തോന്നുന്നു എന്തോ ഭയങ്കര സംഭവമാണെന്ന്. എന്ന് വെച്ചാൽ പുള്ളി ഓരോ അല്ലല്ല അങ്ങനല്ല, ഓരോ സിറ്റുവേഷൻ കഴിയുമ്പോൾ ഇപ്പം ഞാനിപ്പോ പറയുവാണ് ഞാനിപ്പോ ഇവരൊത്ത് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ടീം അവർക്കെതിരെ 10 വട്ടം ജയിച്ചിട്ടുണ്ടാവും. അതിന്റെ കോൺഫിഡൻസിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ പുള്ളി എന്തിന്റെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഓരോ വട്ടം വന്ന് ഇതുപോലെ വെല്ലുവിളിക്കും. ഞാൻ പറയട്ടെ, ഞങ്ങള് ഇതിൽ അടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്കോഡ് വേപ്പിൽ ഒരെണ്ണമാരായിരുന്നു. റെക്കോർഡ് ക്വസ്റ്റ്യൻ ബോബിന്റെ മോൻമാര് പറഞ്ഞിട്ട് ഇവന്മാര് അടിച്ചിരിക്കണ വാറിലായി 3 എണ്ണം ഇവന്മാര് ജയിച്ചിട്ടുള്ളൂ. ഇവന്മാര് 70 ഗ്യാങ് വാർ അടിച്ചതിൽ 3 എണ്ണം ജയിച്ചിട്ടുണ്ട്. ഇവന്മാരെ മറ്റേ CID വരെ അടിച്ചു തോപ്പിച്ചായിരുന്നു പ്രിൻസസിന്റെ ഗ്യാങ്. 8 പേരെ വെച്ചാണ് അടിച്ചു തോപ്പിച്ചത്. പ്രിൻസസിന് ഒരു കൈ പ്രിൻസസിനെ അടിച്ച് 8 പേരെ വെച്ചമാര് 15 പേരെ അടിച്ചിട്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയാതിരിക്കാൻ പാറ്റത്തില്ല കേട്ടോ.
DJ പുഷ്പ എന്ന് പറയുന്ന ഒരുത്തുണ്ടല്ലോ, അവന്റെ കൂട്ട് ഒരു അണ്ടിയില്ലാത്ത ലോകത്തിന്റെ കീഴിലില്ല. എന്റെ അമ്മോ, എനിക്ക് ഓസി പറയണ്ട കണ്ണാപ്പി, ഓസി ഒന്നും പറയണ്ട. എന്റെ അമ്മോ, സിറ്റിയില് ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അതാ ഇങ്ങനെ അടുത്ത് വരും, എന്നിട്ട് ഇങ്ങനെ നക്കി തരും. അങ്ങനെയാണ് പുള്ളി, അങ്ങനെയാ. പക്ഷെ പുള്ളി ഒരു പെർഫോമൻസും പുള്ളിക്ക് ഇല്ലെങ്കിലും, പുള്ളിയുടെ സംസാരം, വാർച്ചാറ്റിലെ കോണ, എന്റെ അമ്മോ, അത് സഹിക്കാൻ പറ്റൂലടാ, സഹിക്കാൻ. ഇജാതി ഒരു സാമാനം ഇല്ലാത്തവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ. ഇതിന്റെ അപ്പുറത്ത് പറയാനിരുന്ന ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിരുന്നോണ്ടാ, കാരണം എനിക്ക് ബാൻ മേടിക്കണ്ട. നാളെ എനിക്ക് ഇവന്മാരെ പൊട്ടിക്കണം, അതുകൊണ്ട് എനിക്ക് ബാൻ മേടിക്കണ്ടായിരുന്നു. എനിക്കിന്ന് ബാൻ മേടിക്കണ്ട. അമ്മാര് മറ്റേ ഓൾഡ് ഇടാ. എടാ കെ ഉമ്പാച്ചനോട് പറയണം മെയിൻ ചാനലിൽ തന്നെ കണ്ടന്റ് ഇടാൻ കേട്ടോ. 4 പേര് അടിച്ചിട്ടോ. എന്റെ അമ്മ എന്തിനു അടിച്ചു, എന്റെ കളിയോ കളിച്ചു, എന്റെ അമ്മോ എന്തൊരു കളിയോ കളിച്ചു TJ. എന്റെ പൊന്നോ, എന്റെ അമ്മോ, എന്റെ ആളിയോ ഇജാതി കിടിലം. കൊമ്പന്റെ 5ാം കാലം എടുത്തൊരു അവന്റെ 5ാം കാലിട്ട് വട്ടത്തിൽ കിടക്കി പോടാ. കഴിവില്ലാത്തവന്മാരെ, ഒരു കളി പോലും ജയിക്കാൻ പറ്റാത്ത കഴിവില്ലാത്തവന്മാരെ. അവന്റെയൊക്കെ വർത്താനോടി കേട്ടാ തോന്നും. എടാ ഇവന് നാണം ഉണ്ടോടാ? TV ഓൾ ഡൗൺ എന്ന് വീണ്ടും ചോദിക്കുന്നു. എടാ 52 ഇടറാ, നോന്ന് ഇടറാ. അല്ലല്ല ഇങ്ങനെ ഇവന്മാർ ഇത്രയും ഊച്ചാലുകൾ. അല്ലല്ല ഞാൻ പറഞ്ഞ ഇതാണ് അമ്മ പേഴ്സണൽ ഗ്രഡ്ജ് ചെയ്ത് തരാം. ഞാൻ പോയി ഓൾ ഡൗൺ ഇടാൻ ഈഗോ ആണോ വേണ്ട കൊട്ടെ? ഇതാണ് എനിക്ക് ഉക്കറോക്കി ഓർമ്മയുണ്ട്. പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ടിവിയുടെ കണ്ണിൽ വന്ന ബുള്ളറ്റ് ഏറ്റവും കൂടുതൽ വിഴുങ്ങിയ റെക്കോർഡുള്ള പുള്ളിയാണത്. ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് വായിപ്പോയിട്ടുള്ള ടിവിയുടെ ഏറ്റവും ബുള്ളറ്റ് വായിപ്പോയിട്ടുള്ള റെക്കോർഡുള്ളതാണ്. ലൊക്കേഷനോ? എടാ ലൊക്കേഷൻ TV എന്നോ? എന്റെ ഗ്യാങ്ങോസ് അണ്ണന് സ്കീം മനസ്സിലായല്ലേ? ഇവന്മാർ ഇതൊരു വാറായിട്ട് കണ്ട് നമ്മള് 4-5 പേരേ ഉള്ളു. ഇപ്പൊ കയറി അടിച്ചു കഴിഞ്ഞാൽ ഒരു വാറ് തോക്കണ്ടി നട. ഞാൻ വെറുതെ പിടിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ കണ്ടന്റ് വരുമ്പോ അവര് പറയും നമുക്ക് ഗേറ്റിന്റെ അവിടെ പോയി റേഡിയോയിൽ ഒരാൾ മാത്രം മാറിക്കോ. നമ്മളവന്മാര് ഫ്രണ്ട് വന്നിരിക്കുമ്പോ തമ്മിൽ തല്ലി ചാവുന്നത്. ഇല്ല വേണ്ട എടാ കണ്ണാപ്പി വെടിവെക്കല്ലേ ഒന്നും ചെയ്യണ്ട. ആര് വെടിവെക്കല്ലേ അണ്ണന്മാര് മെസ്സ് അടിച്ചിട്ട് പോട്ടെ എല്ലാവർക്കും. എടാ ആൾക്കാർക്ക് അവന് ഭയങ്കര ഡിപ്പാണടാ. അത് അവന്മാര് കണ്ടന്റ് ഇടട്ടെ. അതാ ഗ്യാങ്സ് TV ഗ്യാങ്സ് ലൊക്കേഷൻ TV ഗ്യാങ്സ്. എടാ സംസാരിച്ചിട്ട് കണ്ടുപോലും ഹെൽമെറ്റ് പോലും ഇട്ടിട്ടില്ല ഞാനൊന്നും. അല്ല ഒരു പയ്യ പിസ്റ്റൽ എടുത്തിട്ട് മുട്ട ഷോ ഉണ്ടായിരുന്നു. നിന്നെയൊക്കെ പിസ്റ്റൽ മതി നിന്നെയൊക്കെ ചെയ്ത് കളയും. അവന് മിഷയങ്ങൾ കൊടുത്താലും അവൻ അടിക്കൂല. ഗണ്ണെടുത്ത് കൈ പിടിച്ചേക്കാം. അതല്ല കണ്ടന്റ് ഇടുമ്പോഴേ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അവനിടും ഗണ്ണില്ലാത്തവരെല്ലാം അടിച്ചിട്ടേന്നത്. അവനൊരു മാസ് കിട്ടട്ടെ, ഞാൻ ഗണ്ണ് പിടിക്കാൻ കയ്യില് ഇങ്ങനെ ഗണ്ണ് പിടിച്ചേക്കാം. അല്ല കൊമ്പാച്ച 1v എത്ര 1v7 പഠിച്ചിട്ട് നാളെ കണ്ടന്റ് ഒക്കെ ഇറങ്ങാം. കൊമ്പൻ മാജിക് മാറിയെന്ന് പക്ഷെ ഒരു മാറ്റമില്ല. അവിടെ ഇരുന്നോന്ന്
ലൊക്കേഷൻ ചോദിച്ചത് അവന്റെ തന്തക്ക് ഊഞ്ഞാലിടാനാണോ അവന്റെ ലൊക്കേഷൻ ചോദിച്ചത്? ഹലോ റേഡിയോ എവിടെ ഗ്യാങ് ഹൗസിലാണോ? ഒട്ടയ്ക്ക് മുട്ട ഇറക്കുവാണോ ഗ്യാങ് ഹൗസിൽ ഇരിക്കുന്നത്? അല്ല തന്തയുടെ അണ്ടി പുഴുങ്ങാൻ. ഇത് മറ്റേ അഖിൽ ജോഡെന്ന് വിളിച്ചപ്പോ വ്യക്തമായിട്ട് കൊമ്പാച്ചനോട് എന്തിനാവുള്ള ഇങ്ങനെയൊക്കെ പറയാം. ഇനി വരത്തില്ല അവര്. നമ്മൾ ഇത്ര പറഞ്ഞത് ഇനി വരത്തില്ല. ഇനി ഇവിടെ വന്നാ പുഴുക്കുമെന്നറിയാം. അതുകൊണ്ട് ഇതാക്കത്തില്ല. ലൈവ് എല്ലാം കാണുന്നുണ്ട്. ഹായ് ടി ജെ ഗൈസ്, വെൽക്കം ടു ദി സ്ട്രീം. വട്ടം പറന്നു വന്നേ. ഇനി വരത്തില്ല. അവരങ്ങനെയാണ്. നമുക്കറിയാലോ ഗൈസ്, നമുക്കറിയാലോ. നമ്മൾ കുറെ നാളായില്ലേ കഴിവില്ലാത്തവന്മാരാണ്. 10 വാർ തോറ്റ കഴിവില്ലാത്തവന്ന് സമ്മതിച്ച് പൊക്കൂടെ? എന്തിനാണ് വീണ്ടും ഇങ്ങനെ വലിയ ഷോ ഇത് ഇറക്കണേ? വാർച്ചാറ്റിൽ ടോക്സിക് ആകാതെ ബ്രോ പുറത്ത് വരൂ. അയ്യോ എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സംസാരിക്കാൻ വിളിച്ചിട്ട് നമുക്ക് വാർ റിജക്ട് ചെയ്യാലോ? അടിച്ചില്ല അവര്, കണ്ണില്ലാത്തവന്മാരാണേലും അടിച്ചെന്ന് പറഞ്ഞ് കണ്ണാപ്പി കിക്ക് ചെയ്തോ? ശ്രദ്ധിക്കണം, സി ടീം വന്ന് പണ്ണും. സി ടീമാണ് ഇപ്പൊ പവർഫുൾ, ബാക്കി 2 മാണങ്ങളാ. മാണങ്ങളല്ലടാ, കഴിവില്ലാത്തവന്മാര് മൊണ്ണാന്ന് പറയണം. അമ്മർക്ക് മൊണ്ണാന്ന് വിളിച്ചാലേ പൊട്ടുള്ളൂ. പൊട്ടും. കൊയ്യാച്ചാനൊക്കെ മറ്റേ ഇങ്ങനെ നിക്കുന്നത്. മൊണ്ണേനെ കേൾക്കുമ്പോഴത്തേന് പുള്ളി ചാടിക്കറി ഇങ്ങനെ നിക്കണേ. പുള്ളിക്ക് നമ്മളോട് എന്തോ വലിയ പ്രശ്നമുണ്ട് കേട്ടാ. സത്യം നമ്മളോട് പുള്ളിക്ക് വലിയ പ്രശ്നമുണ്ട്. അല്ല മാമ, നമ്മൾ സിറ്റിയിൽ ഇല്ലാത്തപ്പോഴും ഇത് തന്നെ. ഞാൻ പറയട്ടെ, എന്റെ ഡിസ്കോഡിലൊക്കെ കുറെ ക്ലിപ്പ് വന്നിട്ട് ഞാനായിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാ. മോഡറേറ്റേഴ്സ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ഇത് ഇട്ടേക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, കോൺട്രവേഴ്സി ഇഷ്യൂസ് വേണ്ട, നമ്മൾ ഇറങ്ങിയില്ലേ, അവരോട് കളിക്കുന്നില്ല. ഇപ്പൊ എന്താ പറയണേ, നമുക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞോണ്ടിരിക്കും. പുള്ളിക്ക് എന്തോ ഭയങ്കര സുഖമാണ്. നമ്മുടെ അടുത്ത് എന്തോ വലിയ പ്രശ്നമുണ്ട് പുള്ളിക്ക്. വലിയ പ്രശ്നം. അതെ അല്ല അത് വാറ് തോറ്റേ. ആടാ, അത് ഒരു കളി പോലും ജയിക്കാൻ പറ്റിയിട്ടില്ലടാ. നമ്മൾ പറഞ്ഞ എടാ, നമ്മള് ടി ജി ആയിട്ട് എത്ര വാർ എടുത്തു? കറക്റ്റ് എത്ര വാർ എടുത്തു നമ്മള്? 5 6 മുകളിൽ എന്തോ ഉണ്ട് കേട്ടോ. 6 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എടാ പയ്യനെ അതെന്തോന്നറിയോ? ഉക്കർ റോക്കിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ക്രോമിൽ എന്റെ ലൈവ് പ്ലേ ആവുന്ന കാണാം. പയ്യന് സൈബർ അറ്റാക്ക് വന്നെന്ന് തോന്നേട്ടാ. അതുകൊണ്ടാണ് ടോക്സിസിറ്റിയെ പറ്റിയൊക്കെ പറയണേ. പുള്ളി ക്രോമിൽ എന്നെ കണ്ടോണ്ടിരിക്കണ്. ഉക്കറ എടാ പോലെ ഉക്കറ മറ്റേ ആണാ കിക്ക് ചെയ്താ? വാർച്ചാറ്റ് സിറ്റുവേഷൻ ഇവിടെ ട്രിഗർ ചെയ്യാൻ പറ്റത്തില്ല. നേരിട്ട് എടുക്കാൻ പറ്റും. വാർച്ചാറ്റ് ഇട്ടപ്പം ഞാൻ സി ടീം ഓൾ ഡൗൺ ആയത്. 7-0 എന്ന് പറയുന്നത് ഇവിടെ എല്ലാരും. 7-7 പക്ഷെ വാസോണ്ട് ആ സമയത്ത് പക്ഷെ നമ്മൾ അടിച്ച സമയത്ത് ഈ സി ടീം ഇല്ലായിരുന്നു കേട്ടോ. നമ്മളൊന്ന് പറയുന്ന സീരിയസ് ആയിട്ട് പറയാം. നമ്മളൊന്ന് പറയരുത്, പയ്യൻ നിർത്തിപ്പോവും. കൊമ്പാച്ചന്റെ 5ാം കാലാണോ കൊമ്പാച്ചന്റെ അണിയല്ല? ഡോക്ടറാണ് പയ്യനെ പറഞ്ഞുതരാം. മൃഗ ഡോക്ടറാണല്ലേ അവനെ ചികിത്സിക്കാൻ പറ്റൂ. എന്തോടാ പിന്നെ
എടാ ഇവിടെ ബ്രീച്ച് ഇടാൻ പറ്റുമല്ലോ. ആ ബ്രീച്ച് ഒക്കെ ഇടാം, ബ്രീച്ച് ഒക്കെ ഇടാം. ഇല്ല അല്ല സിറ്റുവേഷൻ ഞാന് പറയണ പറ്റും. ലൊക്കേഷൻ ചോദിച്ചിട്ടോ നമ്മള് റെസ്പോണ്ട് ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മള് 30 മിനിറ്റ് കൂടുതൽ ഗ്യാങ് ഹൗസ് ചെയ്യണമെങ്കിൽ അവർക്ക് ബ്രീച്ച് റൂൾ അറിയത്തില്ല, നീ പറഞ്ഞു പഠിപ്പിക്കരുത്, കണ്ടോണ്ടിരിക്കാൻ. ഇപ്പൊ അവരറിഞ്ഞു കേട്ടാ, ഇപ്പൊ അവര് കറക്റ്റായിട്ട് അറിഞ്ഞു. ഇത് കുറവല്ലേ? ഡിലേ കുറവാ. ഇല്ല ഇല്ല ഡിലേ ഒന്നുമില്ല, ഡിലേ ഒന്നുമില്ല, ഡിലേ ഒന്നുമില്ല, ഡിലേ ഒന്നുമില്ല. അണ്ണാ 2 ഗ്യാങ് വണ്ടി കൊമ്പാച്ചിരി പിള്ളേരോ അടിച്ചിട്ട് പോടാ, അടിച്ചിട്ട് പോടാ, നാളെ കണ്ടന്റിലേക്ക് കിട്ടു. അപ്പോഴേ എത്തി മുണ്ട് നോക്കി ഇറങ്ങിയാട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ഫ്രസ്ട്രേഷൻ ഉള്ള പുണ്ടച്ചികളൊന്നും നാളെ വന്ന് പറയരുത് എന്നോട്. മറ്റേ ഇവരായിട്ട് സിറ്റുവേഷൻ എടുത്തിട്ട് ഞങ്ങൾക്ക് സൈബർ ബുള്ളിങ് കിട്ടി, ഞങ്ങൾക്ക് അത് കിട്ടി, ഇമാര് മുമ്പിത്തരം കാണിക്കുന്നവന്മാരെ ഒരുത്തന്മാരൊന്ന് പറയുന്നത്. അതിന്റെ ഞാൻ പറഞ്ഞു വിട്ടതാണ്. അത് പറഞ്ഞിട്ട് ലൈവിൽ ഇരുന്ന് മോങ്ങരുത് നീ. എനിക്ക് അതേ പറയാനുള്ളൂ. അങ്ങനത്തെ പേടിയുള്ളവന്മാര് സിറ്റുവേഷൻ എടുക്കരുത്. ഞാൻ കഴിഞ്ഞ സിറ്റിയിലെ പറഞ്ഞതാണ്. TV ആയിട്ട് സിറ്റുവേഷൻ എടുത്തിട്ട് മറ്റേ ആൾക്കാർ വന്ന് തെറി പറയുന്നു, അത് പറയുന്നു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരല്ലേ മോനെ, ഇരുന്ന് ലൈവിലിരുന്ന് മോങ്ങേ ഉള്ളൂ. നിനക്കൊക്കെ കിട്ടിയാൽ ഞാൻ ആരുടെടുത്തും പറഞ്ഞു കൊടുത്തില്ല, ഞാൻ ചെയ്യലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുക, ലൈവിലിരുന്ന് മോങ്ങരുത്. ചില ആൾക്കാർക്ക് ലൈവ് വരും കേസ്, ലൈവ് വന്നിട്ട് പറയും ഞാൻ ഇനി തൊട്ട് ഇല്ല കേസ്, ഇത് ഭയങ്കര ടോക്സിക്, ഞാൻ ഇനി തൊട്ട് ലൈവ് ഇടുന്നില്ല, ഞാനിതെല്ലാം നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരും. അന്നേരം എൻ്റെ അടുത്ത് പറയരുത്, ദയവേത് എൻ്റെ അടുത്ത് പറയരുത്. അങ്ങനെ പേടിയുള്ളവരെ സിറ്റുവേഷൻ എടുക്കല്ലേ ദയവേത്. TV ആയിട്ട് സിറ്റുവേഷൻ എടുക്കില്ല. ഞാൻ ലീഡറായിട്ട് സംസാരിക്കത്തുള്ളൂ. ഞാൻ സംസാരിക്കുന്നത് ഈഗിൾ ഗെയിമിംഗ് ആയിട്ടല്ല, ഞാൻ പരുന്ത് വാസമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ മാസികയിലേ സംസാരിക്കത്തുള്ളൂ. എടാ വാണിംഗ് ആണ്, വാണിംഗ്, ഇറ്റ്സ് TGA, വാണിംഗ് 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 വാണിംഗ്, ഇറ്റ്സ് TGA ഗൈസ്. തുമ്പിക്കൈ ഒരു കൂടെ വെള്ളം ഇപ്പൊ തെറിപ്പിക്കും കപ്പം വന്നിട്ട്. ആദ്യം നമ്മൾ നനയ്ക്കും, നനച്ചിട്ട് അടിക്കും അവൻ. നമുക്ക് 2 ഓല കേട്ടേ, ഇച്ചിരി ഓല ശർക്കര, അവൻ ഹാപ്പിയാ. കണ്ണനുണ്ണിയാണേ കൊമ്പനാണേ എടാ ഈ DJ പുഷ്പ, എടാ ഇവനെ കാണുമ്പോണ്ടല്ലോ തീട്ടം വാരി ഇവന്റെ വായിക്കാത്തോട്ട് അങ്ങ് പൊത്താൻ തോന്നുന്നു ഇവനെ കാണുമ്പോ തന്നെ. എനിക്ക് ഇവനെ കാണുമ്പോ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബാക്കി ഒരു കുഴപ്പമില്ല. ഈ DJ പുഷ്പയെ കാണുമ്പോണ്ടല്ലോ തീട്ടം വാരിട്ട് അവന്റെ വായിക്കാത്തോട്ട് അങ്ങ് പൊത്തി കൊടുക്കണം. അവന്റെ സംസാരം, അവന്റെ ഞാനൊന്നും പറയുന്നില്ല. ട്രിക്കിയുടെ മോനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓ ശരി, ഇവന്റെ അതേ മോന്തയുള്ളവരത്തിന് അവിടുന്ന് സംസാരിച്ചല്ലേ? അതാ അവിടെ വെച്ച് പറഞ്ഞു കേട്ടില്ല. ഞാൻ പോയി കഴിഞ്ഞ ദിവസം കണ്ടപ്പോ എടാ ട്രിക്കി നീയാ, നീ ഇവിടെ ചോദിച്ചു. അത് കണ്ടിട്ട് പൈര് പൊട്ടി. അതാണിത്. പിന്നെ ട്രിക്കിയുടെ മോന്ത ഞാൻ ഗ്രാഫിക്സ് കാർഡ് ഊരിട്ടാ വരുന്നത് മറടിക്ക്. ആന ഇറങ്ങിയല്ലോ. എന്റെ പണ്ടത്തെ സ്ഥിരം പാട്ടായിരുന്നു കേട്ടോ. എന്റെ പണ്ടത്തെ കൊമ്പൻ ഇട്ടോടുക്കുന്ന സ്ഥിരം ഇട്ട ആളൊന്ന് പ്ലേ ചെയ്തോടാ. ഇതെന്റെ ഓർമ്മ ഞാൻ മറ്റേ സ്ട്രീമിൽ ബാക്ക്ഗ്രൗണ്ട് ആനയൊക്കെ ആക്കി. അതൊക്കെ ഒരു കാലം. എന്റെ അളിയാ, ഇത് കേട്ട അവനങ്ങ് ബരവും അതെ പുള്ളിക്ക് എന്താ പ്രശ്നം ഉണ്ടോ? അത് ഇത് കേട്ട അവന് ലോക്കോ ഡേയ്സ്, ഗോൾഡൻ ഡേയ്സ്. ഇടയ്ക്ക് വീരപ്പനൊരു വീരപ്പൻ എപ്പോഴും വിട്ടില്ല അവൻ. എവിടെ എവിടെ വരുന്നു കേട്ടോ, വരുന്നു കേട്ടോ. പ്ലാങ്ക് ആണ്.
നമ്മളെ എ ടീം ഫോളോ ചെയ്യേണ്ട ബി ടീമിനെ, ബി ടീം ഫോളോ ചെയ്യേണ്ട സി ടീമിനെ. സി ടീം ആയിരിക്കും നമ്മൾ അടിക്കാൻ വരുന്നത്. എ ടീം റൗണ്ട് ചെയ്യത്തുള്ളൂ. അടികൊണ്ട് തന്നെ എല്ലാരും ഓരോ ഇതില് കൊമ്പാച്ച എ ടീം ആണ്. എ ടീം ഫയർ ചെയ്തിട്ട് എ ടീം ബി ടീം സി ടീം ഓടിക്കണം. ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഈ തീട്ടങ്ങളോട് സംസാരിക്കാൻ പോയ പോലെ ശോകമാണ്. ഞാൻ മര്യാദക്ക് അല്ല ഞാൻ പറയട്ടെ, സംസാരിക്കാൻ പോയ സമയത്ത് നമ്മൾ മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഉടനെ മറ്റേ ഇത് കൊമ്പാച്ചെന്ന് പറഞ്ഞ പുള്ളി ചാടിക്കേറി സംസാരിക്കുക. നമ്മൾ അത്രയും മാന്യം. ഞാൻ എന്തേലും മോശമായിട്ട് പറഞ്ഞു? ഇല്ലടാ, ഒരു മോശമായിട്ടും പറഞ്ഞില്ല. നമ്മൾ സംസാരിക്കുക. ഫ്ലഫി നീ സംസാരിക്കുക, അല്ലെ ആ പുള്ളിയെ വിളിച്ചിട്ട് നിങ്ങൾ ക്രൈസ്റ്റ് നിങ്ങൾ രണ്ടും അല്ലേ സീൻ, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേന് പുള്ളി മറ്റേ ഉണ്ടാക്കാൻ വരുന്നു. അല്ല അപ്പോഴത്തേനും ചാടിക്കയറുന്നത്. നമ്മളെന്തോ മറ്റേ ഊമ്പന്മാരോ? നമുക്കെന്തോ തിരിച്ച് സംസാരിക്കാൻ അറിഞ്ഞൂടെ? തിരിച്ച് സംസാരിച്ചപ്പോഴത്തേനും അമ്മമാർക്ക് ട്രിഗർ ആയല്ലോ. അമ്മമാർക്ക് സംസാരിച്ചില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടി മറ്റേ ഊക്കർ റോക്കി എന്തോ പറഞ്ഞോണ്ട് ഭയങ്കര നിങ്ങൾ ഞാൻ ഇപ്പഴേ പറയാ, നിങ്ങൾ വാർ എടുക്കുന്നുണ്ടെങ്കിൽ എ ടീമിനെയും ബി ടീമിനെയും കളിയാക്കിക്കോ. സി ടീമിനെ പറ്റി ഇവിടെ പറയരുത്. എടാ സി ടീം വിഷയമാണ്. നിന്നെയൊക്കെ ഞാൻ പറയാം, നിന്നെയൊക്കെ അറക്കും നാളെ. സി ടീം അറക്കും. സി ടീമിന്റെ ഞാൻ പറയാം, കൊമ്പാച്ചന്റെ അണ്ടിയിൽ സി ടീം എൻറ്റയർലി കവർ ആയിരിക്കും. വെടി മൊത്തം അണ്ടിയിൽ കൊള്ളുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയില്ല, സി ടീമിനെ തൊടാൻ പറ്റൂല. സി ടീമിനെ തൊടാൻ പറ്റൂല. എ ടീമിനെ ബി ടീമിനെ തൊടാം. അത്രയ്ക്ക് നീളമില്ലാത്തതുകൊണ്ട് തരാം. പക്ഷെ സി ടീം അത് കവറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ അടിയുണ്ട്. ആനയുടെ 5 കാലം അറിയാലോ അപ്പൊ എന്തോരം കവർ അവർക്ക് കിട്ടുമെന്ന്. അതനുസരിച്ച് നിങ്ങൾ നിക്കണം. എനിമി വരുമ്പോഴേ കൊമ്പാച്ച 5 കാലം പിരിക്കും. അവന്റെയൊക്കെ വർത്താനം ഫ്രസ്ട്രേറ്റഡ് ഫുണ്ടുകള് കഷ്ടം തന്നെ, കഷ്ടം. ഒന്നും പറയാലോ. എമ്മടുത്ത് സംസാരിക്കാൻ നിക്കണ്ട. ഇതിൽ കൂടുതൽ സംസാരിക്കാൻ നിക്കണ്ട. ഇല്ല ഇല്ല ഞാൻ പറയാം, കണ്ണാപ്പി നീ നിന്റെ സംസാരം മോശമാണെന്ന് തോന്നിയപ്പോ നിന്നെ ഞാൻ പറഞ്ഞു വിലക്കി. നിന്നെ ഞാൻ മാറ്റി നിർത്തി. അതിൽ കൂടുതലൊന്നും നമുക്ക് അവന്മാരുടെ മുമ്പിൽ ചെയ്ത് കാണിക്കാനൊന്നും ഇല്ല. അതിൽ കൂടുതൽ മാന്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പൊ നമ്മള് മര്യാദക്ക് സംസാരിക്കാനാ പോയ അതൊന്നും അല്ല. ഇപ്പം ഞാൻ പറയാം, ചിലപ്പോൾ വേറെ പുതിയ പിള്ളേരും എല്ലാം അത് കയറിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസം വന്ന് കാണും ബാക്കി എല്ലാവരെയും അടിക്കാന്ന്. അപ്പൊ പണ്ട് ഇങ്ങനെ ഒരു വിശ്വാസം വന്നപ്പോഴാണ് എന്റെ സിറ്റിയുടെ മൊത്തം അടി കിട്ടിയത്. എടാ ഞാനൊരു കാര്യം പറയാം. ഈ ഡി ജെ പുഷ്പയുടെ അഡീഷൻ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നീ കടൽ വെള്ളം ഒരു കപ്പിനകത്ത് കോരിയെടുക്കുക. കടൽ വെള്ളം അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട എന്തെങ്കിലും മാറ്റം വരുമോ? അതാണ് ഡി ജെ പുഷ്പ ടി ജെ കയറിയാലുള്ള വ്യത്യാസം. മനസ്സിലായോ? അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ബാക്കി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അല്ല അത്രേ ഉള്ളൂ. ഇവിടെ കടൽ വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താവും? ഒരു മാറ്റം ഉണ്ടാവില്ല. അത് തന്നെയാണ് അവൻ ടി ജെ കയറിയപ്പോ ടി ജിയിൽ ഉണ്ടായ മാറ്റം. മനസ്സിലായോ? അതിൽ കൂടുതൽ ഒന്നും ഇല്ല, വേറെ ഒന്നും ഇല്ല. ഇതിൽ നല്ലൊരു ഉപമ അവന് കൊടുക്കാനില്ല. കൊമ്പനൊരു ഫ്രണ്ടായി അവനൊരു കമ്പാരിസൺ ഇല്ല. ഇവന്മാര് 4 ആളെ അറിയിക്കണമല്ലോ നമ്മൾ തിരിച്ചു വന്നളാ എന്നുള്ള രീതിയിൽ. അതാണ് ബാക്കിയുള്ളവർക്കും അത്ര ബാക്കിയുള്ളവർക്ക് അതിൽ മെയിൻ ആയിട്ട് കൊമ്പനുള്ളതാണ് കിഴപ്പ്. കൊമ്പന് മാത്രമേ ഉള്ളായിരുന്നു കിഴപ്പ്. ബാക്കിയുള്ളവരൊക്കെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. എന്റെ അടുത്ത് മാറ്റി നിർത്തി എന്റെ അടുത്ത് വേറെ കുറെ പേര് സംസാരിച്ച മെമ്പേഴ്സ്. മറ്റേ പച്ചമുട്ടിക്കാരായിരുന്നു നാളെ കൊടുക്കാം. നാളെ കേറിട്ട് കൊടുക്കാം. ഇന്ന് എന്റെ അടുത്ത് ഓൾറെഡി എല്ലാവർക്കും കുറെ പേര് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അല്ലണ്ട നാളെ മെയിൻ പ്ലേയേഴ്സ് ഇല്ല, എല്ലാരും ബാനാ. നാളെ ബാനോ? നാളെ ആർക്കാ ബാന്? എല്ലാവർക്കും ബാന. ഇപ്പൊ മൊത്തം ആർക്കൊക്കെ ബാൻ ഉണ്ടോ? ദാമന് ഓക്സിക്ക് മാത്രമേ ഉള്ളൂ ബാന്. അല്ല സ്പീഡിന് ഉണ്ടോ? സ്പീഡിന് ബാൻ ഉണ്ടോ? ദാമ ഓക്സി സ്പീഡൊന്നും വേണ്ട ഇവന്മാരെ അടിക്കാൻ. നിങ്ങളതൊന്നും കൺസേൺ ചെയ്യല്ലേ. പണ്ട് ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാനൊരു കാര്യം ദാമുവിനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അവനെ കൊണ്ട് അവന് വേണ്ട അവന് പഴയ സെന്റിമെന്റ്സ് ഒക്കെ തോന്നിട്ടെ
അവന് മറ്റേ മടിയിലൊക്കെ എടാ ഇത് അധികം നീട്ടല്ല, നാളെ തന്നെ അടിക്കണം അവന്മാരെ. ഇവരെ നാളെ അടിക്കണം. ഞാൻ തത്സമയം ഇട്ടില്ലല്ലോ. കുറച്ച് നേരത്തെ ആക്കണേ, ഒരുപാട് ലേറ്റ് ആക്കണേ, കുറച്ച് നേരത്തെ ആക്കണേ, കുറച്ച് നേരത്തെ ആക്കണേ. ഏകദേശം ഒരു ഇപ്പുറത്ത് ഇപ്പൊ നിങ്ങളെ എടാ ഇറ്റാച്ചി നാളത്തേക്ക് എത്തുവോ? നാളത്തേക്ക് അവൻ ഇന്ന് എന്തോ സർവീസിന് നാളെ സർവീസിന് അവനോട് പറഞ്ഞായിരുന്നു ഇറ്റാച്ചിയും കൂടെ വന്നിട്ട് ഇറ്റാച്ചിയുടെ വന്നിട്ട് എടുക്കണ്ട. ഇത് ഇവന്മാരെടുക്കണം, ഇറ്റാച്ചി ഒന്നും വേണ്ട. ഇറ്റാച്ചിക്ക് ഭയങ്കര ഇഷ്ടമാരാ. ഇറ്റാച്ചിക്ക് നേരെ വന്ന് കേറാൻ പറ്റുമോ? ഇറ്റാച്ചിക്കാണ് പുഷ്പ ഭയങ്കര ഇഷ്ടമാണ്. പുഷ്പ ബോബിന് ഇട്ട് കൊടുത്തില്ല കേട്ടോ, അത് റോളില്ല അവന്. അത് ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ ഗാങ്സിലോട്ട് 35 മറ്റേ നേരത്തെ സസ്പെൻഷനിലും ബാക്കി വെളിയിൽ നിർത്തിയേക്കുന്ന ആൾക്കാരെല്ലാം കളിക്കാൻ താല്പര്യമുള്ളവർ കളിക്കുമെന്ന് ഉറപ്പുള്ളവന്മാര് ഇവിടെ വന്ന് ഗാങ് ടാഗ് മേടിച്ച് കളിച്ചോണം. അല്ലാണ്ട് 35 ആക്കിയാ അതില് സിറ്റുവേഷൻ അവരെ തൊട്ട് നമുക്ക് ചോദിക്കാം. മറ്റേ വർക്കർ സെറ്റപ്പില്ലേ പണ്ടത്തെ, അതായിരുന്നു. അങ്ങനാണോ? അങ്ങനെ അപ്പൊ ആരൊക്കെ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പിൽ പറ, അതിനനുസരിച്ച് സ്ലോട്ട് ഇട്ട് തരാം. അല്ലാതെ നടക്കൂല. എന്നിട്ട് ഇട്ടിട്ട് ആക്റ്റീവ് ആയില്ലെങ്കിൽ അടിച്ച് തിരിക്കും ഞാൻ നിന്നെയൊക്കെ. അതാണ് എന്റെ ഉദ്ദേശം. നിന്നെ തന്നെയാണ്, നിന്റെ മുഖത്തോട്ട് തന്നെ നോക്കി കണ്ണെടുത്തിട്ടില്ലേ? ഞാൻ കണ്ണെടുത്തിട്ടില്ല ഇപ്പോഴും കണ്ണെടുത്തിട്ടില്ല. നിന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കണേ. എനിക്കറിയാം. ദൈവം പറഞ്ഞ ദൈവമല്ലോ. 5 പേര് സെറ്റപ്പില്ലേ? 5 പേരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്യാങ് മെമ്പർ ആയിരിക്കും. നിങ്ങളെ ഗ്യാങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ RP സിനാരിയോയിൽ നിങ്ങൾക്ക് അവരെ കൂടെ നിർത്താം. അല്ലാതെ അവർക്ക് 5 പേർക്ക് ഫൈറ്റ് സിറ്റുവേഷനിൽ ഇറങ്ങാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പോവാം. പക്ഷേ ഈ 5 പേരെ ഷഫിൾ ചെയ്യാനും പറ്റൂല. നിങ്ങളുടെ ഇപ്പോഴത്തെ 30 മെമ്പേഴ്സിലോട്ട് അവരെ എടുത്തിടാനും പറ്റൂല. ലീഡറിനെ അതിനകത്ത് ഇടാൻ പറ്റുമോ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നിങ്ങളുടെ ഓപ്ഷൻ. അതിപ്പോ ഉടനെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ നിന്നോളാം. എനിക്കതാണ് ഈ ഒരു സ്ലോട്ട് ചിലർക്കൊക്കെ ചിലർക്കൊക്കെ ഈ ഒരു സംഭവം ഭീഷണിയാവൂല്ലേ ഈ ഒരു 5. എടാ ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് ഇവിടുന്ന് ഒടുക്കത്തെ പിങ്ങണ 94 MS. ഞാൻ അതിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഈ സ്ലോട്ട് എന്ന് വെച്ചാ നമ്മടെ പിത്തൽജി മെന്നി അണ്ണൻ ഒരു പയ്യോടെ നിക്കണ നോക്ക്. എന്തി ഇവന്മാരോട് ഇനി സംസാരിക്കാൻ നിൽക്കണ്ട. പിന്നെ ഒരു ഇറങ്ങുവാണ് എല്ലാവരും ഇറങ്ങണം. പിന്നെ ഇവിടുന്ന് സംസാരിച്ച് സിറ്റുവേഷൻ വേഴ്സാക്കല്ലേ. ഇറങ്ങണ ഒരുമിച്ച് ഇറങ്ങിക്കോ. എന്താ ഇറങ്ങി 3, 2, 1 ആണെങ്കിൽ ആൾമാറാട്ടം നടത്തിയിരിക്കാം. വേണ്ട അതൊക്കെ കണ്ടുപിടിക്കും. ശരി എല്ലാരും ഒരുമിച്ച് ഇറങ്ങി. വെറുതെ അന്വേഷിച്ചിട്ട് വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ട. ഇത് അടിച്ചു തീർക്കാം. ഇവന്മാര് സംസാരിച്ചിട്ട് കാര്യമില്ല. സംസാരിക്കാൻ താല്പര്യമില്ലാത്തവന്മാരോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം? അവന്മാർ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം. മറ്റേ കെ ഉമ്പാച്ചൻ ട്രിഗേർഡായിട്ട് പറയണൊക്കെ നമ്മൾ കേൾക്കണം. നമുക്ക് തിരിച്ച് ട്രിഗേർഡായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോഴേ വെടിവെച്ചിടും. പിന്നെന്തിനാ ഇവന്മാരോട് സംസാരിക്കണേ? നമുക്ക് വെടിവെച്ചിടാം. തോക്കാണ് സംസാരിക്കുന്നത് അവിടെ. ഓക്കെ അപ്പൊ എടാ നിങ്ങൾ ആരും തത്സമയമുണ്ടോ? അല്ല നീ കളിക്കുന്നെങ്കിൽ കളിച്ചോ. വെറുതെ ഇത് വള്ളിയാക്കി ഇരുന്നാ മതി. ഓക്കെ അപ്പൊ ബാലൻ ലൈവ് ഉണ്ട്. എല്ലാരും ബാലന്റെ ലൈവിലോട്ട് വന്നാൽ മതി. സ്നൈപ്പ് ലൈവ് ഉണ്ടോ? ഓക്കെ ബാലന്റെ ലൈവിലോട്ട് ചെല്ലു ഗൈസ്. അപ്പം ഞാൻ നിർത്തുക. ഞാൻ അതിൽ കൂടുതൽ ഇതിൻ്റെ വാറിൻ്റെ ഡിസ്കഷൻസ് ഒന്നും ഞാൻ OC-യിൽ വന്നിട്ട് സംസാരിക്കുന്നില്ല ഗൈസ്. ഞാൻ പറയാനുള്ളത് ഇൻ ഗെയിമിൽ അത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ എടുക്കേണ്ട. സിറ്റിയിലെ സിറ്റുവേഷനാണ്. പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ പേഴ്സണൽ ഇതെന്ന് പറഞ്ഞ് ആൾക്കാരുടെ ചാറ്റിൽ പോയിട്ട് ഒരു അടി ഉണ്ടാക്കരുത് ദയവ് ചെയ്ത്. സിറ്റിയിലെ സിറ്റുവേഷൻ സിറ്റിക്കകത്ത്. ഓക്കെ, സിറ്റിയിലെ സിറ്റുവേഷൻ സിറ്റിക്കകത്ത് നമ്മൾ അത്രയും കണ്ടത്. നിങ്ങൾ ഓഡിയൻസും അങ്ങനെ എടുക്കണം. നമ്മളിവിടെ വന്നിട്ട് ആദ്യത്തെ സിറ്റുവേഷനാണ് ഇങ്ങനെ ഒരു നമ്മാരടുത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിറ്റിയിലെ സിറ്റുവേഷൻ സിറ്റിക്കകത്ത് മാത്രം മതി. അവർ എന്തോ ചെയ്തിട്ടേക്കെന്ന് വെച്ചാൽ അവിടെ വെളിയിൽ ചെയ്തോട്ടെ. മീൻസ് അത് നമ്മുടെ കാര്യത്തിലല്ല. അപ്പം അത് അവരുടെ വഴിക്ക് വിട്ടേരാം. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സിറ്റിക്കകത്ത് കയറുമ്പോൾ നമുക്ക് എന്ത് വേണേൽ പറയാം. സിറ്റിക്ക് പുറത്ത് ചാനലിലും ചാറ്റിലും വേണ്ട അത്. ഓക്കെ, അപ്പോൾ ബൈ, നാളെ കാണാം ഗൈസ്. അപ്പോൾ ചെയിൻഡ് ടുഗദർ നമ്മുടെ ചെറുക്കൻ നാളെ വരത്തുള്ളൂ. നാളെ അടുത്ത ഒരു ലൈവ് നമ്മൾ ചെയിൻഡ് ടുഗദറിന് എക്സ്ക്ലൂസീവ് ലൈവ് ഇടണം.
അത് കുറച്ചധികം തീർക്കാനുണ്ട്, കുറച്ചധികം പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനൊരു എക്സ്ക്ലൂസീവ് ലൈവ് വരും. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ജോയിനിങ് എല്ലാവർക്കും ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഗൈസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ. ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ടാറ്റ ഗൈസ്, ഗുഡ് നൈറ്റ്, ശുഭനിദ്ര ഗൈസ്, ടാറ്റ. ഞാൻ കൊമ്പനെ ഞാൻ അടിച്ചിട്ടാ.